ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2025 ALP നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് ALP ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, ALPയുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ് എന്ന് ചോദിച്ച് കുറേ സ്റ്റുഡൻസ് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ALP ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ്. അപ്പോൾ കഴിഞ്ഞ 2024 ALP നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു. പക്ഷേ ഇത്തവണ അത് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ്. കഴിഞ്ഞ തവണ മറ്റേ കോവിഡ് റിലാക്സേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഇത്തവണ അതില്ല, 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ റിലാക്സേഷനും അതേപോലെ OBCക്ക് 3 വർഷത്തെ റിലാക്സേഷനുമാണ്, ഏജ് റിലാക്സേഷനുമാണ് കിട്ടുന്നത്. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വരുന്നത് SSLC പ്ലസ് ഒന്നുകിൽ ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT ഓർ SCVT, അല്ലെങ്കിൽ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ്, അല്ലെങ്കിൽ നമുക്ക് 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. SSLC മാത്രമാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. SSLCയോടൊപ്പം ITI ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ BTech ഡിഗ്രിയോ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഈ ITIക്കും അതേപോലെ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പിനും ട്രേഡുകൾ വരുന്നുണ്ട്. അതായത് ചില ട്രേഡുകൾക്ക് മാത്രമേ ALP അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ട്രേഡുകൾ കോമൺ ആണ്, രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ട്രേഡുകളാണ്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക്, മെയിൻ്റനൻസ് മെക്കാനിക്ക്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, മെക്കാനിക് ഹീറ്റ് എഞ്ചിൻ, ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, ട്രാക്ടർ മെക്കാനിക്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ. ഇത്രയും ട്രേഡുകൾക്കാണ് ALP അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ITI കഴിഞ്ഞവർക്കും അതേപോലെ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്കും ഇത്രയും ട്രേഡുകളിലാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് ALP അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ 3 ഇയർ ഡിപ്ലോമ ഏതൊക്കെ ട്രേഡുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. അത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇത്രയും സ്ട്രീമുകൾക്കാണ് ALP അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എല്ലാവർക്കും ഡൗട്ടാണ്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, IT എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചിരുന്നു. പക്ഷേ പറ്റില്ല. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ എഞ്ചിനീയറിംഗ് വരുമ്പോഴും ഈ സെയിം ട്രേഡുകൾ തന്നെയാണ് വരുന്നത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഇത്രയും ട്രേഡുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ALPയുടെ ക്വാളിഫിക്കേഷനെ പറ്റിയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഇപ്പോൾ മാറിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ALP അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും അതേപോലെ ക്ലോസിംഗ് ഡേറ്റും ഒക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 12/4/2025 ആണ്. അതായത് ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 11/5/2025 ആണ്. അതായത് മെയ് 11-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ്. അതേപോലെ ഫീ പേയ്മെന്റ് ഡേറ്റ് വരുന്നത് 13/5/2025 ആണ്. നമുക്ക് ഫീ പേയ്മെന്റ് ലാസ്റ്റ് ഡേറ്റ് 13/5/2025 ആണ്. അതേപോലെ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവും. ആ ഡേറ്റ് 14/5/2025 മുതൽ 23/5/2025 വരെയാണ്. എല്ലാവരും ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കാതെ പെട്ടെന്ന് തന്നെ ALPക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട കറക്റ്റ് ടൈമാണിത്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPക്കായിട്ട് ALP CBT1, CBT2 പാർട്ട് A, പാർട്ട് B ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കോഴ്സസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സസിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ALP കംപ്ലീറ്റ് ആയിട്ട് CBT1 പ്ലസ് CBT2 പാസ്സാവാനുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഏണസ്റ്റ് അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ALPക്കായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.